പതിപ്പിന്റെ ഉദ്ഘാടന ദിനമാണ് ഇന്ന്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള റീജിയന്റെ സഹകരണത്തോടെയാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ 5 ദിവസം നീളുന്ന പരിപാടി 27 മുതൽ 31 വരെ നീളുന്ന പരിപാടി 3 വേദികളിലായിട്ടാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. സംഗീത തിയേറ്റർ, കല്ലൂരിലുള്ള കണ്ണൻ സ്മാരക ഹാള്, പിന്നെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം എടപ്പള്ളിയിൽ. 10-15 സിനിമകളും ചർച്ചകളും ഓപ്പൺ ഫോറവും ഡിസ്കഷനും 31-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ സംവിധായകൻ കമൽ സാറിന് ആദരിക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടിയും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതൊരു വിജയകരമാക്കാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് ഈ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് PRO ഓഫീസറായിട്ടുള്ള AS ദിനേശ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കാനായിട്ട് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ പി കൃഷ്ണൻ സാറും, ഇതിന് നന്ദി പറയാനായിട്ട് ശിവഗോപൻ ട്രഷറർ മെട്രോ ഫിലിം സൊസൈറ്റി എന്നിവരുടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെയും ഈ വേദിയിലേക്ക്, ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ PRO ദിനേശ് സാറിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹം സിനിമാ ലോകത്തെയും മാധ്യമ ലോകത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരുപാട് ചർച്ചകളും സെമിനാറുകളും എഴുത്തുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമസ്കാരം ദിനേശാണ് PRO എന്നുള്ള പുസ്തകം, അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും അടങ്ങിയിട്ടുള്ള പുസ്തകം ഈ അടുത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഷോർട്ട് ഫിലിം, സ്നിഗ്ധം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഇന്നാണ് അറിയുന്നത്. മട്ടാഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം കൊച്ചിയിലുള്ള കാക്കനാടുള്ള കേരള പ്രസ് അക്കാദമിയിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇത് സ്വാഗതം ചെയ്യാൻ എത്തിയിട്ടുള്ള അദ്ദേഹത്തെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷനായിട്ടുള്ള ശ്രീ പി കൃഷ്ണൻ സാറിന് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ 5 ദിവസമായി നമ്മൾ കൊച്ചി നഗരത്തിൽ ഒരു ചലച്ചിത്ര മാമാങ്കം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതായത് കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും. ഈ ചലച്ചിത്ര ഉത്സവത്തിൽ സംവാദങ്ങളുണ്ട്, അഭിമുഖങ്ങളുണ്ട്. നിങ്ങൾക്ക് കൂടുതലായി വളരെ തൃപ്തികരമായി, ആസ്വാദകരമായി സിനിമയെ ആസ്വദിക്കാനുള്ള എല്ലാ ചേരുവകളും ഞങ്ങളതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാക്ഷരത, ദൃശ്യ സാക്ഷരത, പ്രേക്ഷക സാക്ഷരത കൂടുതലുള്ള നമ്മളുടെ എറണാകുളത്തെ സിനിമാ പ്രേമികൾക്ക്, സിനിമകളെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ദൃശ്യവിരുന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ ദൃശ്യവിരുന്ന് ആഴത്തിൽ അറിയുവാനും ആസ്വദിക്കുവാനും ഈ സിനിമാ പ്രേമികളെല്ലാവരും ഇതോടുകൂടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എല്ലാവരെയും ഈ 5 ദിന മാമാങ്കത്തിലേക്ക്, ചലച്ചിത്രോത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് പരിപാടി ഇന്നിവിടെ സമാരംഭമാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിനായി ഇപ്പോൾ നമ്മുടെ ശാലിനി വിശേഷിപ്പിക്കപ്പെട്ട മാതിരി ശ്രീ ദിനേശ് അവരെ ഞാൻ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, നമസ്കാരം. ദിനേശാണ് PRO. ഇന്നിവിടെ നിൽക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഇരട്ടി മധുരം നുഴഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. അതിവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാകുന്നുണ്ട്. അതിലൊന്ന്, എല്ലാവരും എന്നെ വിളിക്കുന്നത് ആരെ കിട്ടും എന്ന് ചോദിച്ചിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ദിനേശ് മതി എന്ന് പറഞ്ഞ് ഈ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ജോർജ് എന്നെ വിളിച്ചത്. അത് ഞാനൊരു PRമായിട്ടുള്ളൊരു അംഗീകാരമായിട്ട് കാണുന്നു. അത് ഒരു സന്തോഷം. 2ാമത്തെ സന്തോഷം മെട്രോ ഫിലിം സൊസൈറ്റിയെ കുറിച്ചാണ്. ഏകദേശം 20 വർഷം മുമ്പായിരിക്കും, 2006-2007. അന്ന് KJ ബോസ് പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് ഗോപിനാഥായിട്ടുള്ള മെട്രോ ഫിലിം സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ
അതിൽ ഒരു അംഗം കൂടിയാണ് ഞാൻ. അന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മമ്മൂട്ടി സാറിനെ വിളിക്കുമ്പോൾ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ആ മെട്രോ ഫിലിം സൊസൈറ്റിയിലെ ഒരു പ്രോഗ്രാമിൽ ഉദ്ഘാടകനായി എത്തിയതിൽ അതും ഒരു സന്തോഷമാണ്. മൂന്നാമത്തത് കമൽ സാറിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ. കമൽ സാർ 1986 ഫസ്റ്റ് പടം വീതിർപ്പൂക്കൾ. ഏകദേശം 44ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ 1997 സിനിമയിൽ വന്നത്. 97 വന്നതിന് ശേഷം അപ്പോൾ ഏകദേശം 25 പടം കമൽ സാർ ചെയ്തു കഴിഞ്ഞു. ഞാൻ 97 വന്നു. 99 ആദ്യത്തെ പടം കമൽ സാറിന്റെ പടം ചെയ്യുന്നു. അത് മധുരനമ്പർ കാറ്റാണ്. അന്ന് മുതൽ ഏകദേശം 22 പടം ഇന്നെല്ലാം പടം തന്നെ ചെയ്തിട്ടുണ്ടാവും. അന്ന് തുടങ്ങിയ ബന്ധമാണ് കമൽ സാറുമായിട്ടുള്ളത്. കമൽ സാറിന്റെ സിനിമകൾ എല്ലാവർക്കും ആസ്വദിക്കുമെന്ന് മാത്രമല്ല, സിനിമാ വിദ്യാർത്ഥികൾക്കൊരു പാഠപുസ്തകം കൂടിയാണ്. ഏത് പടം ചെയ്താലും അതൊരു കമൽ ടച്ച് ഉണ്ടാവും. അത് നിറമായാലും, അയാൾ കഥ എഴുതായാലും, ഗദ്ദാമായാലും, നെടുമുഴക്കാലമായാലും, ഗസലായാലും, ആമിയായാലും, ഏത് തരത്തിലുള്ള പടങ്ങളായാലും പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റും. അതിന് ഒരു ചരടുണ്ട്. എല്ലാം കൂട്ടിയിണക്കുന്ന കമൽ സാറിന്റെ നിലപാട്, കമൽ സാറിന്റെ സാമൂഹ്യ പ്രതിബദ്ധത, കാവ്യഭംഗി, ദൃശ്യാവിഷ്കരണ ഭംഗി, ഇതെല്ലാം വിട്ടുമാറാതെ ഏത് തരത്തിലുള്ള സിനിമ ചെയ്യാനും കമൽ സാറിന് സാധിക്കും. ആ കമൽ സാറിന്റെ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനും എനിക്ക് സാധിച്ച ഒരു സന്തോഷം. അങ്ങനെ 3 സന്തോഷം ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സിനിമാ ജീവിതം കൂടുതൽ ധന്യമാവുകയാണ്. അതുകൊണ്ട് ഇതോടൊപ്പം തന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നന്ദി പ്രകാശനത്തിനായി ഞങ്ങളുടെ ട്രഷറർ ശ്രീ ശിവഗോവിന്ദനെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ ഈ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ പ്രിയങ്കരനായ ദിനേശിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും, കൂടാതെ ഇവിടെ വന്നുചേർന്നിട്ടുള്ള എല്ലാ സിനിമാ പ്രേമികൾക്കും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും എടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.